ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാനും എൻ്റെ കൂട്ടുകാരനും റൂംമേറ്റാണ്. റൂംമേറ്റ് മാത്രമല്ല, കമ്പ്യൂട്ടർ ഒരുമിച്ച് കൂടെ ഉണ്ട്. ബ്രോ ഇത് ഏറി പോകുന്നതാണ് ഗൈസ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയുണ്ട്, വേറെ വലിയ പണിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വെറുതെ ഇരിക്കുമായിരുന്നു. കുറേ നേരമായിട്ട് വെറുതെ ഇരുന്ന് മടുത്തപ്പോൾ കുറച്ച് നേരം റൂമിൽ വന്നിട്ട് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ തുണിയൊക്കെ കഴുകാൻ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞായറാഴ്ചയായിട്ട് പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം ഇന്നലെ രാത്രി മുതൽ ആലോചിച്ചിരുന്ന് ഉറങ്ങിപ്പോയി. പിന്നെ എന്താ പറയുന്നത്, രാവിലെ എണ്ണീറ്റിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ രാവിലെ ഉറങ്ങിപ്പോയി. എന്തോ ചെയ്യാനാ, ഇവൻ്റെ അടുത്ത് രാവിലെ എണ്ണിപ്പിക്കാൻ പറഞ്ഞിട്ട് ഇവൻ്റെ റൂമിലോട്ട് ഞാൻ കയറി ചെല്ലുമ്പോൾ ഇവൻ എണ്ണിക്കുന്നത്. അല്ലാത്ത ജീവിതമാണ് കേസ് ഇവിടുത്തെ. കാരണം രാവിലെ എണ്ണീക്കണം, കോളേജിൽ പോകണം, പിന്നെ തിരിച്ചു വരണം, പിന്നെ രാവിലെ പോകണം. കണ്ടന്റ് ആലോചിക്കാനുള്ള സമയമില്ല കേസ്. കാരണം വന്നു കഴിഞ്ഞാൽ പഠിക്കണം, പഠിച്ചു കഴിഞ്ഞിട്ട് ഉറങ്ങണം, ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എണ്ണീക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിട്ടുള്ളത്. എന്താണ് ഇതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യാത്തത്? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല, വളരെ നല്ല അഭിപ്രായം. നീ എന്തോ പഠിക്കുന്ന ഇവിടെ വന്നിട്ട്? ഞാൻ ഇപ്പം പഠിക്കുന്നില്ല. ഇത് പഠിക്കും. പിന്നെ നീ ഇതിൽ ഇവിടെ വന്നിരിക്കുന്നത് കളിക്ക്. ഞായറാഴ്ചയായിട്ട് എന്തെങ്കിലും എടുത്ത് പഠിച്ചുകൂടെ നമുക്ക്? കേസ് എൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഞാൻ. എൻ്റെയും ഇവന് എക്സാം കഴിഞ്ഞിട്ട് 174 മാർക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് ഉടായി പറഞ്ഞിട്ടിരിക്കും. 110 മാർക്ക് അങ്ങനെയുള്ളൂ. വീട്ടുകാരെ പിടിച്ച് പറ്റിച്ചേക്കും. വീഡിയോ കാണിച്ചത് ഇതിപ്പോൾ വേറെ പിള്ളേരുടെ പേപ്പർ കാണിച്ച് വെച്ചേക്കും. എൻ്റെ പേരുണ്ട്. ഇതിപ്പോൾ എനിക്ക് എൻ്റെ നമ്മുടെ ചാനലിലിടാൻ വലിയ കണ്ടന്റ് ഒന്നും കിട്ടുന്നില്ല. ഇപ്പോൾ എന്ത് കണ്ടന്റ് ഇടാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് കമൻറ്റിൽ പറയുക. ഇപ്പോൾ അതായത് കാർ എടുക്കുക, കാർ ഓടിക്കുക, കാറിൻ്റെ എഡിറ്റ് ഇടുക, ഇതല്ലാണ്ട് വേറെ എന്ത് കണ്ടന്റ് ഇടാൻ പറ്റും ഗൈസ്? നമുക്കിപ്പോൾ ചവറ് പോലെ അനാവശ്യത്തിലും കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സും പിന്നെ കണ്ടൻസും നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും പിന്നെ എന്തെങ്കിലുമൊക്കെ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ അവിടെ എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗൈസ് ഇതിൻ്റെ 74 മാർക്കാണ് ഗൈസ്, ചുമ്മാ. അപ്പോൾ വേറെ എന്ത് കണ്ടന്റ് നമുക്ക് പ്രൊഡക്റ്റീവായിട്ടാണ്. പിന്നെ എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. മിസ്റ്റർ ബീസ്റ്റിൻ്റെ എത്ര ആവണമെന്നൊന്നുമില്ല. എനിക്ക് ജസ്റ്റ് കാരിമിനാറ്റിൻ്റെ എത്ര ആവണം, 10-20 കോളേജുകളിൽ എന്നെ വിളിക്കണം, പിന്നെ സ്വന്തമായിട്ടൊരു ഒരു 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 വലിയൊരു ഗ്യാരേജ് ഉണ്ടാക്കണം. അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ടാണ് കേസ് എനിക്ക് വേണ്ടത്. ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഇന്നലെ മടുത്തപ്പോൾ ഞാൻ ചെറുതായിട്ട് ഞാനും ഇവനോട് മറൈൻ ഡ്രൈവിൽ പോയി. കിടലൻ പോലീസാണ്, നല്ലതാണ്, ഇങ്ങനെ വേണം പോലീസായ. പോലീസ് ഇങ്ങനെ ആവണം, നല്ല പോലീസ്. അപ്പോൾ അത് പിന്നെ നമ്മൾ ഇതേപോലെ മൊണ്ണാളെല്ലായിടത്തും കാണും. ഞങ്ങൾ പിന്നെ നടന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിൽ തിരിച്ചു വന്നു. അതായിരുന്നു ഇന്നലത്തെ നൈറ്റ് ഇൻ ദ ലൈഫ് ഗൈസ്. ഇപ്പം നമ്മുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ കണ്ടില്ല. കണ്ടല്ലോ കണ്ടന്റില്ല. അതായത് രാവിലെ എണ്ണീറ്റ് പ്രൊഡക്റ്റീവായിട്ട് ചിന്തിക്കുകയെന്ന് വെച്ചാൽ 8 മണിക്കാണ് ഗൈസ് ക്ലാസ്. 8 മണിക്കത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 11 മണി to 11:30 വരെയുള്ള ഗൈസ് ക്ലാസ്. ഇപ്പോൾ ഞാൻ ഉച്ചയ്ക്കത്തെ ഫുഡ് തന്നെ രാവിലെ തന്നെ എടുത്തു വെക്കണം. ഇപ്പോൾ രാവിലെ എടുത്തു വെക്കുന്ന ഫുഡ് ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കിനും അത് ഇരുന്ന് തണുത്തു പോകും. അപ്പോൾ ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ വിഷയമാണ് പൈസ ഇല്ലാത്തത്. പൈസ ഉണ്ടാക്കാൻ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പണിയും കിട്ടുന്നില്ല. പണി ചെയ്യാൻ പോകാമെന്ന് വെച്ചാലും നമുക്കാണെങ്കിൽ ഇവിടെ ഒരു രീതിയിലുള്ള ഒരു സാഹചര്യം കിട്ടുന്നില്ല ഗൈസ്. കിട്ടുന്നില്ല എന്നല്ല, ഉണ്ട്, പക്ഷേ നമുക്ക് കിട്ടുന്നില്ല ഗൈസ്. കാരണം നമ്മൾ ചെന്ന് ചോദിക്കുന്നിടത്തൊക്കെ അവിടെ ഓരോരോ ഭയങ്കര ഡിമാൻഡ്സ്. നമ്മളിപ്പോൾ പഠിക്കുന്ന പിള്ളേരായതുകൊണ്ട് നമുക്ക് ടൈമിൻ്റെ വിഷയമുള്ളതുകൊണ്ട് അത് നമുക്ക് അത്രയ്ക്കും ഇതായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ നിനക്ക് ഇതിനെക്കുറിച്ച് എന്താ പങ്കാ പറയാനുള്ളത്? ഞാൻ കുറേ ജോലിക്ക് വേണ്ടി തെറ്റി, ഒന്നും കിട്ടിയില്ല. ഇവൻ സ്വിഗ്ഗി പോയി, ബ്ലിങ്കിറ്റിൽ പോയി, സെപ്റ്റോയിലല്ലോ റാപ്പിഡോ എങ്ങനെ അങ്ങനെയുള്ള എല്ലാ കുന്തത്തിലും ഇവൻ നോക്കി, എല്ലാത്തിലും കയറി, എല്ലാത്തിൻ്റെയും രുചി അവൻ അറിഞ്ഞു ഗൈസ്. എല്ലാം അവൻ കയറി ടെസ്റ്റ് ചെയ്തു. പക്ഷേ ഇവന് അതിൻ്റെ ആ ഒരു ഇത് ഫുള്ള് ചെയ്തു തീർക്കാൻ പറ്റില്ല. കാരണം എന്താണ് വളരെ പൈസ കുറവാണ്. 1.5 മണിക്കൂർ ജോലി ചെയ്തിട്ട് ബ്ലിങ്കിറ്റിൽ 36 രൂപയാണ് കിട്ടിയത്. വളരെ ശോകമാണ്. പിന്നെ സ്വിഗ്ഗിയിൽ ഓടിയിട്ട് 10 ഓർഡറിന് 500 സംതിങ് ആണ് കിട്ടിയത്, അതും 10 മണിക്കൂർ. 10 മണിക്കൂർ ഓടിയിട്ട് ഈ പാവം ചെറുക്കന് 500 രൂപ. അതിനകത്ത് എത്ര രൂപ പെട്രോൾ അടിച്ചത് മൊത്തം? ആ പൈസ അവന് മുതലായില്ല. ചുമ്മാ എറണാകുളം പോലുള്ള ഒരു സിറ്റിയിൽ ഓടി നടക്കാന്നല്ലാണ്ട് ഇതുകൊണ്ട് ഒരു ഉപയോഗമില്ല ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടുത്തെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൂപ്പാണ് ഗൈസ്. ഈ ലൂപ്പ് എന്നുള്ള കാര്യം എൻ്റെ ഒരു കൂട്ടുകാരൻ ഗ്രിഗറി എന്ന് പറഞ്ഞ ഒരുത്തൻ പറഞ്ഞതാണ് ഗൈസ്.
രാത്രി വിളിച്ചിട്ട് ഹലോ അജയ്, എടാ കൊച്ചി ഒരു ലൂപ്പാണ്. ഇത് കേട്ടപ്പോഴേ ഞാൻ കോള് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് ഇതേ കാര്യം പറയാൻ അവൻ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ തിരക്കില്ല, പിന്നെ വിളിക്കാം. ഇതൊക്കെയാണ് കേസ് എൻ്റെ ഫ്രണ്ട് സർക്കിൾ. ഈ ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയ്ക്ക് നിന്നാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട ഓരോ വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ തുടങ്ങിയ സമയത്ത് ഈ തെണ്ടി ഉൾപ്പെടെ എല്ലാവരോടും ഞാൻ അഭിപ്രായം ചോദിക്കും, കളിപ്പാട്ടം കൊണ്ട് കളിക്കാൻ നാണോ ഇല്ലടാന്ന് ചോദിച്ചത്. കണ്ടോ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും, ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും. അല്ലെങ്കിലും എല്ലാവരും വളരുമ്പോ എല്ലാവരും ഇങ്ങനെ തന്നെയാ. കണ്ടോ ഇവൻ കട്ടാനൊക്കെ നടക്കുക. ഗൈസ്, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വേണമെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ പോകണം. കാരണം ആ ഒരു ഇതിൻ്റെ പുറകിലാണ് നമ്മുടെ എല്ലാവരെയും ഇത്. അപ്പോൾ എൻ്റെ ഇൻസ്പിറേഷൻ ആരാന്നറിയോ ഗൈസ്? അത് ഇതിനകത്ത് ഞാൻ പറയുന്നില്ല. എൻ്റെ ഇൻസ്പിറേഷൻ ആരാന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. കാരണം നിങ്ങളുടെ ഗസ്സാണ് എൻ്റെ ഇൻസ്പിറേഷൻ. യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ എപ്പോഴും നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നാലേ നമുക്ക് റീച്ച് കിട്ടൂ, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു റെക്കഗ്നീഷൻ കിട്ടുമെന്ന് അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു മിനിറ്റ് ഗൈസ്. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഇൻസ്റ്റയിൽ ഇപ്പോൾ 54,000 ഫോളോവേഴ്സ് ഉണ്ട് ഗൈസ്. കാരണം അതിൽ ഞാൻ നല്ല പ്രൗഡാണ്. കാരണം അത്യാവശ്യം നല്ലൊരു ഫോളോവേഴ്സാണ്. എല്ലാത്തിനും എനിക്ക് ആക്റ്റീവായിട്ട് നിന്ന് എൻ്റെ വീഡിയോസിനും എൻ്റെ സ്റ്റോറിക്കൊക്കെ അത്യാവശ്യം നല്ലപോലെ റിയാക്ട് ചെയ്യുന്ന കിടിലൻ ഫോളോവേഴ്സാണ്. യൂട്യൂബിൽ 13,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്തെ 13,000-ൽ ഒരുത്തനാണ് ഇവൻ, 54,000-ൽ ഒരുത്തനാണ് ഇവൻ. അങ്ങനെ കുറേ ഒരുത്തന്മാരുണ്ട് എൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും സാധാരണ നാട്ടിൽ പോകുന്നത് ആഴ്ചയിലാണ്. ആഴ്ചയിൽ എന്ന് പറയുമ്പോൾ വല്ലപ്പോഴും ആഴ്ചയിൽ. അപ്പോൾ ഈ പോകുന്ന സമയത്താണ് ഞാൻ കണ്ടൻറ് ആലോചിക്കുന്നത്. അപ്പോൾ കണ്ടൻറ് ആലോചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് ഇവിടെ നിന്ന് ഇഷ്ടംപോലെ കണ്ടൻറ് ചിലപ്പോൾ മനസ്സിൽ തോന്നുമായിരിക്കും, പക്ഷെ അവിടെ എത്തുമ്പോഴത്തേക്കും കണ്ടൻറ് ഇല്ല. അപ്പോൾ പെട്ടെന്ന് ഓരോരോ കണ്ടൻറ് ആലോചിച്ചിടാൻ നോക്കുമ്പോഴത്തേക്കിനും കണ്ടൻറ് കിട്ടത്തില്ല ഗൈസ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്തിടും. അപ്പോൾ ചില വീഡിയോസ് ക്ലിക്കാവും. എനിക്ക് മെയിനായിട്ട് തോന്നിയിട്ടുള്ള കാര്യം, എഫോർട്ട് ഇട്ട് ഒത്തിരി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഭയങ്കര എഫോർട്ട് വരുന്ന കുറേ വീഡിയോസ്, പക്ഷേ അതിനൊന്നും വ്യൂസ് ഇല്ല. അതേസമയം ഞാൻ ഡോറ് തുറക്കുന്നത്, പൂച്ചയെ കാണിക്കുന്നത്, ഇതേപോലെ കുറേ മൊണ്ണകൾ വെറുതെ നിൽക്കുന്നത്, ഇതിനൊക്കെ മില്യൺ വ്യൂസ്. മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെയാണ് മില്യൺ. എഫോർട്ട് ഇടുന്ന വിളിക്കുന്നൊരു മില്യണും ഇല്ല. കെ ഉണ്ട് എന്നാലും. അപ്പോൾ ഗൈസ്, ഇതാണ്. ഇനിയും ഇപ്പോൾ നമ്മുടെ ഇന്ന് സമയം എത്രയായി? 2 മണിയായി ഗൈസ്. ഇനിയിപ്പോൾ ബാക്കി ഡേ ഇൻ മൈ ലൈഫ് നാളെ കാണിക്കാം. അപ്പോൾ നാളെയോ മറ്റന്നാളോ എല്ലാം അടുത്ത ആഴ്ച ഇതേപോലെ വെറുതെ ചൊറി ഒത്തിരിക്കുന്ന സമയത്ത് എഡിറ്റ് ചെയ്ത് അയക്കാം ഗൈസ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് സപ്പോർട്ട് ചെയ്യുക. കുറച്ച് ഇവൻ്റെ കുറച്ച് എഡിറ്റ് വീഡിയോസ് ഇറക്കി മമ്മൂൻ്റെ കൂട്ട് ഫേമസ് ആക്കുക, എന്നെ തൊപ്പിയുടെ കൂട്ട് ഫേമസ് ആക്കുക, അല്ലെങ്കിൽ ഈഗിളിൻ്റെ കൂട്ട് ഫേമസ് ആക്കുക. അതിൽ ഒന്നും വേണ്ട, എനിക്ക് ജസ്റ്റ് ചെറിയ ആഗ്രഹമുള്ള എന്നെ ഷസാമിൻ്റെ കൂട്ട് ഫേമസ് ആക്കുക. അപ്പോൾ ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്, ഗുഡ് ആഫ്റ്റർനൂൺ ഗൈസ്. അപ്പോൾ ഞങ്ങൾ പോയി ഫുഡ് കഴിക്കട്ടെ. അവിടെ ഞങ്ങളുടെ ഫുഡ് ഇരിക്കുന്നു. അതുകൊണ്ട് അതാണ് ഞങ്ങളുടെ ഫുഡ് ആ പാത്രത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ രാവിലെ എടുത്ത് വെച്ച ഫുഡാണ് ഗൈസ്. ഭയങ്കര ദുർഘടമായ ഒരു ഇതാണ് ഗൈസ്. നമ്മൾ ഒരു ചായ കുടിക്കാൻ പോയാൽ തന്നെ കൺഫ്യൂഷനാണ്. കാരണം അതിനകത്തിരിക്കുന്ന കടികൾ കാണുമ്പോൾ പിന്നെയുള്ള സമാധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കാൻ പൈസ ഇല്ല ഗൈസ്. അപ്പോൾ പിന്നെ ഞങ്ങൾ കഴിക്കാതെ വരും. ഇതാണ് എറണാകുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എറണാകുളം. കാരണം വേറെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ വെളിയിലോട്ട് നോക്കുമ്പോൾ ഉള്ള അവസ്ഥ. ഇവിടുന്ന് മേളിലോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇഷ്ടം പോലെ ഹെലികോപ്റ്റർ ആകാശത്തോടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ പോകുന്നതിൽ അവിടെയാണ് ഗൈസ്. അവിടെ എന്ന് പറയുമ്പോൾ അവിടെയാണ് ഗൈസ്. പിന്നെ അതേതൊരു സ്ഥലമാണ്. ഇവിടെ നോക്കുമ്പോൾ അടുത്തായിട്ടൊക്കെ തോന്നുമെങ്കിലും അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഗൈസ്. പിന്നെ ഇതേതൊരു പള്ളിയാണ്. ഇതിൻ്റെ അപ്പുറത്തായിട്ട് എവിടെയാണ് എൻ്റെ കോളേജ് ഞാൻ റിവീൽ ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങൾ കമൻറ്റ് ചെയ്താലേ എൻ്റെ കോളേജ് ഏതെന്ന് എനിക്ക് തന്നെ അറിയത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ വരെയുള്ളൂ. 2 മണി തൊട്ട് അങ്ങോട്ടുള്ള ബാക്കി ഡേ ഇൻ മൈ ലൈഫ് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ അല്ലെ അടുത്ത ആഴ്ചയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈ ഗൈസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന RC മോട്ടോർ ഹബ് എന്ന് പറഞ്ഞ എൻ്റെ ചാനലിലാണ്. കൂടെ ഈ എൻ്റെ കൂട്ടുകാരും സൈൻ ഓഫ് പറ. അപ്പോൾ ബൈ ഗൈസ്.